അല്ല, ഒരിക്കലുമല്ല. അൽ യൗമ യൗമുൽ മർഹമ, ഇത് മൽഹമത്തിന്റെ ദിവസമല്ല, ഇത് കരുണയുടെ ദിവസമാണ്, ഇത് കാരുണ്യത്തിന്റെ ദിവസമാണ്, ദയാവായ്പിന്റെ ദിവസമാണ്, പൊതുമാപ്പിന്റെ ദിവസമാണ്, വിട്ടുവീഴ്ചയുടെ ദിവസമാണ്. യൗമുൻ അസ്സല്ലാഹു ഖുറൈശ, ഖുറൈശികൾക്ക് അല്ലാഹു അവരുടെ ഇസ്സത്ത് നേടിക്കൊടുക്കുന്ന ദിവസമാണിത്. അവിടുന്ന് വെറുപ്പിക്കൽ ഇഷ്ടമായിരുന്നില്ല നിബിതങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെയും വെറുപ്പിക്കുന്നത് നിബിതങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല. അവിടത്തേക്ക് നിബിതങ്ങൾക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, ഖുറൈശികളെ മാ ദന്നുകും അന്നീ ഫാഇലും ബികും, കഅബാലയത്തിന്റെ ത്രഷോൾഡിൽ കൈവച്ചുകൊണ്ട് തങ്ങൾ ചോദിച്ചു, ഖുറൈശികളെ, നിങ്ങൾ എന്നെയും അനുയായികളെയും ഇവിടെ നിന്ന് ഇറക്കി വിട്ടവരാണ്. എൻ്റെ നിരപരാധികളായ വിശ്വാസികളെ അവർ നിങ്ങളോട് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളുടെ അരസന്റ് ഭൂമിക്ക് പോലും അവർ തിക്കും തിരക്കും കൂടാൻ വന്നിട്ടില്ല. അവരവരുടെ വിശ്വാസം മനസ്സിനുള്ളിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ഏകനായ അല്ലാഹു ആണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ അനുയായികളെ ക്രൂരമായി നിങ്ങൾ കൊന്നവരല്ലേ. നിങ്ങളെയൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? 10,000 സ്വഹാബികൾ ബാക്കിലുണ്ട്. 10,000. അതൊരു ബൈബിളിൻ്റെ പ്രവചനമായിരുന്നു. 10,000 ആളുകളുമായിട്ടാണ് നബി തങ്ങൾ മക്കയിലേക്ക് വരിക. അത് വേദപുസ്തകത്തിൽ ഓൾഡ് ടെസ്റ്റമെന്റിൽ അല്ലാഹു അറിയിച്ചു കൊടുത്തൊരു വിവരമാണ്. The Lord came on Sinai, shined on Seri. He came forth from Mount Paran. He came with 10,000s of saints. 10,000 വിശുദ്ധാത്മാക്കളോടുകൂടെ ആ പ്രവാചകൻ കടന്നു വരുമെന്നൊരു പ്രൊഫസി ഓൾഡ് ടെസ്റ്റമെന്റിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. വായിച്ചാൽ മനസ്സിലാവും. ആ 10,000 ആളുകളുമായി വന്നത് മക്കയിലേക്ക് വന്ന യാത്രയാണ്. മക്കക്കാർ വിചാരിച്ചു ഇറസിസ്റ്റബിൾ, ഒന്നും ചെയ്യാൻ പറ്റൂല, പ്രതിരോധിക്കാൻ പറ്റൂല, നിന്നൊടുക്കാനേ പറ്റുള്ളൂ, ഞങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല എന്നവർ ഉറപ്പിച്ചു. അവർ നബിയുടെ മുഖത്തേക്ക് നോക്കി കരുണയ്ക്ക് വേണ്ടി യാചിച്ചു. അവർ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അൻത അഖുൻ കരീം വബിനു അഖിൻ കരീം. മുഹമ്മദ് നബിയെ, നിങ്ങൾ ഞങ്ങളുടെ മാന്യനായ ഒരു കൂട്ടുകാരനാണ്. യു ആർ എ ജനറസ് ബ്രദർ ആൻഡ് എ സൺ ഓഫ് അവർ ജനറസ് ബ്രദർ. ഞങ്ങളുടെ സഹോദരനായിരുന്ന അബ്ദുള്ളയുടെ ഒരു നല്ല മനുഷ്യൻ്റെ നല്ല മോനാണ് നിങ്ങൾ. പക്ഷെ തങ്ങൾക്ക് ചോദിക്കാം, അങ്ങനത്തെ എന്നെ 11 തവണ കൊല്ലാൻ വേണ്ടി വന്നവരല്ലേ നിങ്ങൾ? നബിക്ക് ചോദിക്കാമായിരുന്നു. തങ്ങൾ ചോദിച്ചില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഹബീബിൻ്റെ ജീവിതത്തിൽ പഠിക്കേണ്ടത്. നമ്മളൊക്കെ ഒരു ചാൻസ് കിട്ടിയാൽ പ്രതികരിക്കൂലേ? നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പറ്റാത്തതുകൊണ്ടാണ്. ചെയ്യാൻ പറ്റുന്ന 4 ഇരട്ടിയാണ് പകരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഫേസ്ബുക്കിലെ യുദ്ധമാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ മൗനം നിന്നുകൊണ്ട് മറുപടി കൊടുക്കുക, അല്ലെങ്കിൽ മാന്യമായിട്ട് മറുപടി കൊടുക്കുക, അതൊക്കെ ചില ആളുകൾക്ക് മാത്രം ഉള്ളൊരു സംഭവമാണ്. ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങ് കിട്ടുന്നതിന് ഉരുളക്കുപ്പേരിയാണ് കൊടുക്കുന്നത്. ഹബീബായ നബിക്ക് പറയാമായിരുന്നു, അവര് കാരുണ്യത്തിന് വേണ്ടി കേഴുമ്പോൾ ജീവനോട് കൊതിയുണ്ടായിരിക്കെ പിഞ്ചുമക്കളെ വീട്ടിലാക്കിയിട്ട് എൻ്റെ അനുയായിയായ ഖുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു അൻഹുവിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതിൻ്റെ പേരിൽ തൂക്കുമരത്തിലിട്ട് നിങ്ങൾ തൂക്കുകയറുകൊണ്ട് നിങ്ങൾ കൊല ചെയ്തവരാണ്. എന്തേ എൻ്റെ ഖുബൈബ് നിങ്ങളോട് ചെയ്തത്? എന്തേ എൻ്റെ ബിലാൽ നിങ്ങളോട് ചെയ്തത്? എന്തേ സുമയ്യ ബീവി എന്ന പരിശുദ്ധയായ സുമയ്യ ബിൻതു ഖയ്യാത്ത് റളിയല്ലാഹു അൻഹ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? എന്തിന് നിങ്ങൾ അവരെ ക്രൂരമായി കൊന്നുകളഞ്ഞു? എന്തിന് എൻ്റെ അനുയായികളെ മുഴുവൻ നിങ്ങൾ ഇവിടെ നാട്ടിയോടിച്ചു? ഹബീബിന് ചോദിച്ചൂടെ? എൻ്റെ അനുയായികളുടെ സമ്പത്ത് കൊണ്ടല്ലേ നിങ്ങൾ ബദർ യുദ്ധമുണ്ടാക്കിയത്? എൻ്റെ അനുയായികൾ ഇവിടെ ഇട്ടേച്ചു പോയ അവിടുത്തെ വീടും അവരുടെ പറമ്പും അവരുടെ കച്ചവടവും അവരുടെ കൃഷിയിടങ്ങളും അത് വിറ്റുപെറുക്കിയിട്ട് സിറിയയിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്ത് പകരം ആയുധം കൊണ്ടുവന്ന് ആ ആയുധം കൊണ്ട് ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നതിന് ആ കച്ചവട സംഘത്തെ പിടിക്കാൻ പോയതാണ് ബദർ യുദ്ധമായി മാറിയത്. ബദർ യുദ്ധത്തിൻ്റെ കാരണം എന്താ? നബി തങ്ങൾ പോയി യുദ്ധം ചെയ്തതല്ല, മുസ്ലിമീങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ച് സിറിയയിൽ കൊണ്ടുപോയി അബൂ സുഫിയാന് വിറ്റിട്ട് പകരം ആയുധം വാങ്ങി വരുന്ന ആരോട് യുദ്ധം ചെയ്യാൻ? ഈ മുസ്ലിമീങ്ങളോട്. അപ്പോഴാണ് നബി തങ്ങൾ ആ കച്ചവട സംഘം പിടിക്കണമെന്ന് പറഞ്ഞു. എന്നല്ലാതെ അരിയും ഗോതമ്പും വേണ്ടിയിട്ടല്ല പിടിച്ചത്, അത് ഉമ്മത്തിൻ്റെ സ്വത്തായിരുന്നു. അതാണ് പിന്നെ യുദ്ധമായി മാറിയത്. ഹബീബായ നബി തങ്ങൾ അവിടെ നിന്നുകൊണ്ട് ലോകത്തോട് പ്രഖ്യാപിക്കുന്ന വലിയൊരു പ്രഖ്യാപനം, ഇത് ലോകമറിയണ്ടേ, ഇങ്ങനെ ഒരു വിജയശ്രീലാളിതനായി വരുന്ന ഒരു രാജാവ്, ലോകത്തെ ഒരു ചക്രവർത്തി, ഒരു എംപറർ, ഏതെങ്കിലും ഒരു കിങ്, ഒരു ഭരണാധികാരി ഇങ്ങനെ ഒരു പബ്ലിക് ആംനസ്റ്റി ലോകത്തെ എവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്?
എത്ര യുദ്ധങ്ങൾ കഴിഞ്ഞു, ലോകമഹായുദ്ധം, ക്രൂസൈഡ് കഴിഞ്ഞില്ലേ? എത്രയെല്ലാം യുദ്ധങ്ങൾ ലോകത്ത് കഴിഞ്ഞു. നമുക്ക് സമാനമായ ഒരു 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 അനാലജി എവിടെന്നെങ്കിലും കിട്ടുമോ? കിട്ടൂല. ലാ അഖൂലു ലക്കും ഇല്ലാ മാ ഖാല അഖീ യൂസുഫ് ലിഖവതിഹി. ഖുറൈശികൾ ഇങ്ങനെ മൗനമായി കഅബാലയം, കഅബ ഉയർന്നിട്ടാണല്ലോ, കഅബന്റെ ചുമര്, കഅബയുടെ വാതിൽ തന്നെ ഉയരത്തില്ല. നമുക്ക് വീട്ടിൽ കയറുന്ന പോലെ കയറാൻ പറ്റൂല കഅബയ്ക്ക്, അറിയാലോ. അത് പണ്ടേ ഖുറൈശികൾ ചെയ്തതാണ്. അത് കഅബാലയം പരിശുദ്ധമായ അള്ളാഹിൻ്റെ വീടാണ്. അതിലാരും ഇങ്ങനെ ഓടിച്ചാടി കയറരുത്. അതുകൊണ്ടാണ് അവിടെ സ്റ്റെപ്പ് ഇടാത്തത്. അല്ലെങ്കിൽ സ്റ്റെപ്പ് ഉണ്ടാക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല. കഅബാലയത്തിൻ്റെ മുന്നിൽ സ്റ്റെപ്പില്ലല്ലോ, കോണി വെച്ചിട്ടേ കയറാൻ പറ്റൂ. അത് പണ്ടേ അങ്ങനെയാണ്. എന്തിനെന്നറിയോ? നല്ല മനുഷ്യർ പെർമിഷൻ കൊടുത്തിട്ട് കയറിയാൽ മതി എന്നാണ്. ആരും ഓടിച്ചാടി കയറിയിട്ട് അവിടെ കയറി വന്ന് അവിടെ ഇരിക്കാൻ പറ്റൂല. അത് ഇറ്റ് ഈസ് എ സീക്രട്ട് സാങ്ച്വറി ഓഫ് അള്ളാഹ്. അതിൻ്റെ പരിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ചെയ്തത്. അതിനാണ് ഈ കഅബൻ്റെ ആ ഒരു വാതിൽക്കട്ടിൽ ഉയർന്നു നിൽക്കുന്നത്. വേറെ ഒരു വീടും പോലെയല്ല അത്. അതിൻ്റെ പരിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാനാണ്. ഹബീബായ നബി ഞങ്ങൾ നിൽക്കുന്നു. അനുയായികൾ മുഴുവനും മുമ്പിൽ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ്, പേടിച്ച് നിൽക്കുക. 10,000 സൈന്യമാണ് ഹബീബിൻ്റെ ബാക്കിലുള്ളത്. ഒരു വിരലനക്കിയാൽ അവരവിടെ ചോരക്കളം തീർക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. പക്ഷേ നബി ഞങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഖുറൈശികളെ, ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ പ്രവാചക സഹോദരനായിരുന്ന പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാം, ആ മഹാനവറുകളെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ 10 ജ്യേഷ്ഠന്മാരോട് മഹാനവറുകൾ പറഞ്ഞൊരു വാക്കുണ്ട്. ആ ജ്യേഷ്ഠന്മാർ പൊട്ടക്കിണറ്റിൽ യൂസുഫ് നബി മരിച്ചുപോയി എന്ന് വിചാരിച്ച് വാപ്പയോട് കള്ളം പറഞ്ഞിട്ട് യൂസുഫ് നബിയെ കച്ചവട സംഘം പെറുക്കിയെടുക്കുന്നു, ഈജിപ്തിൽ കൊണ്ടുപോയി വിൽക്കുന്നു, രാജാവിൻ്റെ കൊട്ടാരത്തിൽ വളരുന്നു, ഈജിപ്തിൻ്റെ പൗരത്വം ലഭിക്കുന്നു, അവിടുത്തെ മിനിസ്റ്ററാവുന്നു, ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി സിംഹാസനത്തിലിരിക്കുമ്പോൾ റേഷന് വേണ്ടി വന്ന തൻ്റെ 10 സഹോദരങ്ങൾ കൂടെ ബിന്യാമീൻ എന്ന 11ാമത്തെ അനുജനും കൂടെയുണ്ട്. ആ അനുയായികളോട്, സ്വന്തം ജ്യേഷ്ഠന്മാരോട്, ഉടപ്പിറപ്പീങ്ങളെന്ന് നമ്മൾ പറയുന്ന ആളുകളോട് യൂസുഫ് നബി പറഞ്ഞ വാക്ക് നിങ്ങൾക്കറിയുമോ? യൂസുഫിന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. മരിച്ചു കുറേ കാലം മുമ്പ്, ചെന്നായ കടിച്ചു പോയതാ. അന്ന് ആ കളവെന്നെ പറഞ്ഞവരോടെ. കള്ളന്മാർക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. കളവ് പറഞ്ഞ കളവ് ഓർക്കേണ്ടി വരും, അല്ല ഞാൻ പെട്ടുപോകും. അപ്പോൾ പണ്ട് പറഞ്ഞ യാക്കൂബ് നബിയോട് പറഞ്ഞ കളവെന്നെ അവർ വീണ്ടും ആവർത്തിച്ചു കൊല്ലങ്ങൾക്ക് ശേഷം. അത് ചെന്നായ കടിച്ചുപോയി. അന യൂസുഫു, ഞാനാണ് യൂസുഫ് എന്ന് യൂസുഫ് അലൈഹിസ്സലാം സിംഹാസനത്തിലിരിക്കുക. ഇവർ താഴ്ന്നു നിൽക്കുക. ആ രംഗ, ആ ഒരു എംബാരസ്മെൻറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പേടിച്ചുപോയി അവർ. ഞങ്ങളെ പൊട്ടക്കിണറ്റിലെറിഞ്ഞ് നിങ്ങൾ സർവൈവ് ചെയ്ത് ഇപ്പം രാജാവായോ? വിശ്വസിക്കാൻ പറ്റിയില്ല. അന യൂസുഫു വഹാദാ അഖീ, ഇതെൻ്റെ സഹോദരൻ ബിന്യാമീനാണ്, എൻ്റെ സഹോദരനാണ്. നിങ്ങൾ എൻ്റെ ജ്യേഷ്ഠന്മാരാണ്. ഇതെൻ്റെ ഉപ്പയാണ് യാക്കൂബ് നബി, ഇതെൻ്റെ ഉമ്മയാണ് റാഹിൽ ബീവി. അവരെയൊക്കെ മഹാനവറുകൾ തിരിച്ചങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അവരാകെ പേടിച്ചു. ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ. നിങ്ങളോട് ഇന്നൊരു പ്രതികാരവും ഞാൻ ചെയ്യൂല. നോ റിവെഞ്ച്. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളോട് ആരോടും ഇന്നൊരു പ്രതികാരവുമില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. വഹുവ അർഹമുർ റാഹിമീൻ, അല്ലാഹു ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവരാണ്. ആലപ്പുഴയിൽ നിന്ന് വന്ന ഷാവുക്കാണ്. ഒരു ചെയർ കൊടുക്കണേ, നമ്മളെ വലിയ മുഹിബ്ബാണ്. ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. മാഷാ അല്ലാഹ്, അവരും വരെ സുഹൃത്തും. ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ. ഉമ്മമാരെ, നമ്മുടെ വീടുകളിൽ ഓരോ വിഷയങ്ങളുണ്ടാകുമ്പോൾ ഹൗസ് വാമിംഗ് ഉണ്ടെങ്കിൽ പാല് കാച്ചെന്നാ പറയല്ലേ? ഹൗസ് വാമിംഗ് പാല് കാച്ചെന്നല്ലോ പറയല്ലേ? കല്യാണങ്ങളുണ്ടാകും, സദ്യകളുണ്ടാകും, ഒത്തുചേരലുകളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാകും, സന്തോഷമുണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് മുറിവാക്കിയത് മനസ്സിൽ കൊണ്ടു നടക്കല്ലേ. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, എൻ്റെ മോളുടെ കല്യാണത്തിന് പ്രശ്നമുണ്ടാക്കിയതിന് അവളുടെ മോളെ കല്യാണം വരുമ്പോൾ ഞാനത് പ്രശ്നമാക്കുമെന്ന് മനസ്സിൽ കൊണ്ടു നടക്കല്ലേ, വിട്ടേച്ചുകള. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, പ്രതികാരം ചെയ്യാൻ അവസരമുണ്ടായിരിക്കെ അത് ചെയ്യാതിരിക്കുന്നതാണ് ക്വാളിറ്റി.
അല്ലാതെ ഇപ്പോൾ ഒരു വീൽ ചെയറിൽ നിൽക്കുന്ന ഒരു സാധുവിനെ എന്തെങ്കിലും ചെയ്തപ്പോൾ അയാൾ പറയാം ഞാൻ ഇവിടെ നിന്ന് എണീറ്റ് വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ സാധുവിന് വരാൻ കഴിയില്ല എന്ന് അയാൾക്കറിയാം. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യൂല, കാരണം പറ്റാത്തത് കൊണ്ട്. നേരെ മറിച്ച് നിങ്ങളെ ഉപദ്രവിച്ച ആളിനോളം ആരോഗ്യവും കൈക്കരുത്തും സമ്പത്തും സോഷ്യൽ മീഡിയയിൽ ഇടപെടാനുള്ള കഴിവും എല്ലാം നിങ്ങളുടെ കൈകളിൽ ഉണ്ടായിരിക്കെ സഹജീവികളായ കൂടെയുള്ള ആളുകളിൽ നിന്ന് വരുന്ന തിന്മകളെ മറച്ചു വെക്കുവാനും പൊതുമാപ്പ് നൽകുവാനും നിരുപാധികം മാപ്പ് നൽകാനും ഒരു മനുഷ്യന് സാധിക്കുകയാണെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മാതൃകയാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യസ്സിറൂ വലാ തുഅസ്സിറൂ, എളുപ്പമാക്കണേ നിങ്ങൾ പ്രയാസമാക്കരുതേ. ബശ്ശിറൂ വലാ തുനഫിറൂ, സന്തോഷിപ്പിക്കണേ നിങ്ങൾ വെറുപ്പിക്കരുതേ എന്ന് ഹബീബായ നബി തങ്ങൾ പറയാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാന്റെ പകലിൽ സ്വന്തം ഭാര്യയുടെ കൂടെ ശയിച്ച ഒരു മനുഷ്യൻ, ഭാര്യയുടെ കൂടെ കിടന്നു നോമ്പ് ഫസാദാക്കിയ ഒരു മനുഷ്യൻ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മുന്നിലേക്ക് വന്ന് ചോദിക്കുകയാണ്, ഹലക്തു യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ നാശമായി പോയി, നബിയേ നാശമായി. റമളാനിൻ്റെ പകലിൽ നോമ്പനുഷ്ഠിക്കുന്ന ആ ഒരു പകൽ സമയം ഹബീബായ നബിയെ ഭാര്യയുമായി കൂടെ കടന്നു. അത് പാടില്ലായിരുന്നു, എനിക്ക് തെറ്റ് സംഭവിച്ചു പോയി, എൻ്റെ റമളാൻ മലിനമായി പോയി, നബിയെ എന്നെ ഒന്ന് ശുദ്ധിയാക്കി തരണേ, ഞാൻ നശിച്ചു പോയി എന്ന് പറഞ്ഞു വരുമ്പോൾ ഹബീബായ നബി ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? വഖഅതു അഹ്ലീ നഹാറ റമളാൻ, നബിയെ I slept with my wife during the daylight of Ramadan. തങ്ങൾ പറഞ്ഞു, ഒരടിമയെ മോചിപ്പിക്കണം. അന്ന് സ്ലൈവറി ഉള്ള കാലമാണ്. ഒരടിമയെ മോചിപ്പിക്കാൻ പറഞ്ഞു. നബി, അടിമയെ വാങ്ങാനൊക്കെ എത്ര കാശ് വേണം? എൻ്റെ അടുത്ത് പൈസ അല്ല നബി, ഞാൻ എന്ത് ചെയ്യാനാ? സെക്കൻഡ് ഓപ്ഷൻ, സുയാമു ശഹ്റൈനി മുതതാബിഈൻ, കൺസിക്യൂട്ടീവ് 2 months നോമ്പെടുക്കണം. 60 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നോമ്പെടുക്കണം. അതുകൊണ്ട് കല്യാണം നിക്കാഹും കഴിഞ്ഞ് പുതിയാപ്പിളിയും പുതിയ റമളാനിലൊന്ന് വിട്ടുന്നോളി. റമളാനിൻ്റെ പകലിലെങ്ങാനും ഒരു അബദ്ധം സംഭവിച്ചാൽ മരിക്കോളം നോമ്പെടുത്താൽ വിടൂല ചിലപ്പോൾ. ഒരു നോമ്പിന് 60 നോമ്പാണ്. അത് ഇടക്ക് കട്ടായി പോയാൽ പിന്നെ തലക്കെന്ന് തുടങ്ങണം. 60 നോമ്പ് കണ്ടിന്യൂസ് എടുക്കേണ്ടി വരും. അപ്പോൾ ആൾ പറഞ്ഞു, പൊന്നാര നബിയെ, റമളാനിലെ 1 മാസത്തെ ഈ നോമ്പ് ഫസാദായി ഞാൻ എങ്ങനെ നബി 2 മാസമൊക്കെ പിടിച്ചിരിക്കുക? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതോ നബി ഞങ്ങൾക്ക് ചിരി വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ പിന്നെ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം പറ്റുമോ എന്ന് ചോദിച്ചു. 60 മിസ്കീന്മാർക്കോ? എൻ്റെ വീട്ടുകാർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, പിന്നെ എങ്ങനെ ഞാൻ 60 ആൾക്ക്? തങ്ങൾ പറഞ്ഞു, അവിടെ ഇരിക്കുക. തങ്ങളെ സ്വഹാബികൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അവിടെ നിസ്കാരം നടന്നു, നബി തങ്ങളുടെ വാദ് നടന്നു, ചോദ്യോത്തരങ്ങൾ വരുന്നു, യാത്രാസംഘങ്ങൾ വരുന്നു, നബിയുമായി ചർച്ച ചെയ്യുന്നു, പോകുന്നു. കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരു വലിയൊരു ബക്കറ്റ് നിറയെ ഈത്തപ്പഴം നബി തങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം തങ്ങൾ പറഞ്ഞു, ഐന സാഇൽ, ആ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് വന്ന ആളെവിടെ എന്ന് ചോദിച്ചു. അനയാ റസൂലല്ലാഹ്, ദാ നബിയെ ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരിന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്തേക്ക് വന്നു. ഇത് നിങ്ങളുടെ നാട്ടിലെ 60 മിസ്കീന്മാർക്ക് കൊണ്ടുപോയി കൊടുത്തേക്ക് ഈത്തപ്പഴം. മുപ്പര് ചെയ്ത തെറ്റിന് നബി തങ്ങൾ പൈസ സംഘടിപ്പിച്ച് കൊടുക്കുകയാണ്, നീ കൊണ്ടുപോയി